ജനറേഷൻസ് തമ്മിൽ ഏറ്റുമുട്ടുന്ന അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 പ്രസന്റിംഗ് YXO കേരള. ദുബായ് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. YXO കേരളയുടെ ഈ ഒരു വേദിയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ചിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളുമാണ്, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞു മക്കൾ പല എപ്പിസോഡ്സിൽ നമുക്ക് പറഞ്ഞു തരാറുള്ളത്. അതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അന്നത്തെ തലമുറക്കാർ നമ്മുടെ ടീം എനിക്ക് പറഞ്ഞു തരാറുമുണ്ട്. അപ്പം ഈ ഒരു ഷെയറിങ് കൃത്യമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദി കൂടിയാണ് ഞങ്ങളുടെ YXOയിൽ. അപ്പോൾ ഇന്ന് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമുക്കറിയാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ദ ടീം O. സോ ദ ടീം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ആരൊക്കെയാണ് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത ഈ ഒരു വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമുക്ക് നോക്കാം. ഗേൾസ് ആണോ ബോയ്സ് ആണോ കൂടുതൽ എന്നൊക്കെ നമുക്കൊന്നറിയാം അല്ലേ. ഇവിടെ ഒന്ന് പുരുഷ മേധാവിത്വം ഒന്ന് കൂടി നിൽക്കുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തെ ടീമിലൂടെ സാധിക്കുമോ നോക്കാം. ലെറ്റ്സ് വെൽക്കം ദ ടീം Y. സോ രണ്ട് ടീമിലെ ആൾക്കാരെല്ലാവരും തന്നെ ദേ ഇവിടെ എത്തിക്കഴിഞ്ഞു. ചേച്ചി ഒരിതും ഇല്ല, ദേ അവിടെ രണ്ട് പയ്യന്മാരും ഒരു പെൺകുട്ടീനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തല എണ്ണി നോക്കുകയാണെങ്കിൽ തുല്യ ശക്തികളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ടീമും ടീമും ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ ചേച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പേരെന്താണ്, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം? എൻ്റെ പേര് പത്മജ. എൻ്റെ വഴുതക്കാടാണ് താമസിക്കുന്നത്. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്ന് ജോലിക്കൊക്കെ പോവാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? ഈ അവസാനമൊക്കെ പണി ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നി. അവസാനോ? എൻ്റെ പൊന്നേച്ചി അവസാനമൊന്നും ആയിട്ടൊന്നും ഇല്ല. ഇപ്പൊ പിള്ളേരെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴേ അങ്ങനെ ആ ഒരു അവസാനം അങ്ങനെ അതാണ്. ഇപ്പൊ പ്രായം അവരെ സീനേജർ എന്നാ പറയുന്നേ. ഇപ്പൊ കിം കാർദർശിനെ കണ്ടിട്ടില്ലേ? 60s എന്നൊക്കെ പറയുന്ന ന്യൂ 30s എന്നാണ്. ഇപ്പൊ നമ്മൾ സ്റ്റിൽ 30-ലായിട്ടേ ഉള്ളൂ. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കറക്കം ഉള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ പേര് ഞങ്ങൾ 10ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പുണ്ട്, പിന്നെ PG ഉള്ള ഒരു ഗ്രൂപ്പ്. അല്ലാതെ വേറെ രസകരമായിട്ടുള്ള ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്, കൂതറാസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ എല്ലാം നീറ്റ് ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ. വേറെ എന്തൊക്കെയാണ് പാസ്റ്റ് ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് ഇത് സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമാണ്. സ്റ്റിച്ചിങ് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ തയ്ക്കുന്ന എന്താണ്? ബ്ലൗസ് ആണോ അതോ ബ്ലൗസും ടോപ്പ് ഇങ്ങനെ ചുരിദാർ എല്ലാം തയ്ക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി ഇപ്പൊ ഇട്ടേക്കുന്ന ബ്ലൗസ് ചേച്ചി തന്നെയാണോ തച്ചത്? നല്ല ലാഭമായല്ലോ ചേട്ടനത്. ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? ആർക്കിടെക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ചേട്ടൻ? ഭയങ്കര ബിസി ആയിരുന്നു ആ സമയത്ത്? ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ജോലിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത്, പലരുടെ കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോഴും. ചേച്ചിക്ക് തോന്നിയോ? കാരണം ചേട്ടൻ അങ്ങ് ബിസിയായി, ചേട്ടൻ്റെ പ്രൊഫഷണൽ ലൈഫ് കയ്യെത്തി പിടിക്കുകയും ചെയ്തു. ചേച്ചി അങ്ങ് ചെയ്യാതെ പിള്ളേർക്ക് വേണ്ടി അങ്ങ് സഫർ ചെയ്തു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു മോനും ഒരു മോളുമാണ്. രണ്ടുപേരും ഈ ഫീൽഡിൽ തന്നെയാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. മോളും ആർക്കിടെക്റ്റ് ആണ്. മോന് സിവിൽ എഞ്ചിനീയർ ആണ്. അവർ മൂന്നുപേരും കൂടെയാണ് ഇപ്പം ഒരുമിച്ചായി. ഇപ്പൊ ചേച്ചി ഒറ്റപ്പെടുകയും ചെയ്തു. എല്ലാം ചെയ്ത് വളർത്തി വലുതാക്കിയപ്പോൾ ചേട്ടൻ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എല്ലാവരും കൺസ്ട്രക്ഷൻ മേഖലയിലെന്ന്. നമുക്കിത് പ്രശ്നം ഉണ്ടാക്കണം ചേച്ചി. ഓക്കെ. ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ചെന്ന് ചേട്ടനെ ഒന്നും ചെയ്യണ്ട, വെറുതെ പ്രശ്നമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇനി ചേട്ടനിലേക്ക് വരുമ്പോൾ ഞാൻ ജോയ് ആണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട് മുഖത്ത്. ഈ ചിരി കണ്ടിട്ടാണോ അച്ഛനും അമ്മയും ജോയ് എന്ന് പേരിട്ടത്? ഇത്രയും ചിരി കണ്ടിട്ടില്ല. ഓക്കെ. എന്താണ് ചേട്ടാ ചെയ്യുന്നത്? ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. എന്തായിട്ടാണ്? ഞാനവിടെ ഓഫീസറാണ്. ഐ മീൻ എയർപോർട്ട് അതോറിറ്റിയിലാണോ? അല്ല, ഞാൻ ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വൈഫ്, ഒരു മോള് എന്ത് ചെയ്യുന്നു? ഒരു മോള് BSc അഗ്രികൾച്ചർ കഴിഞ്ഞ്. എന്റെ അമ്മേ, വലിയ പെൺകുട്ടിയാണ്. ഞാൻ വിചാരിച്ചു 5ാം ക്ലാസ് മാക്സിമം. ഓക്കെ. എന്താണ് ഈ നിത്യ യൗവനത്തിന്റെ രഹസ്യം? എന്താണ് ഈ ചിരി തന്നെ? ഈ ചിരിയാണ്. എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എല്ലാ പെണ്ണുങ്ങളെ നോക്കി ചിരിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല ലേഡീസ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാണോ? നല്ല കോർഡിയൽ റിലേഷൻ. ചേച്ചിക്ക് എപ്പോഴെങ്കിലും അതിൽ പ്രശ്നം എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല. ഒരു ചേച്ചി ഹാപ്പി ആയിട്ട് പോകണം. വൈഫ് എന്താണ് ചെയ്യുന്നത്? വൈഫ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ, അഡ്മിനിസ്ട്രേഷൻ. രണ്ടുപേരും തിരക്കുള്ള മേഖലയിലാണ്. ഓക്കെ. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാറിന്റെ പേര്? എൻ്റെ പേര് വേണുഗോപാൽ. വേണുഗോപാൽ. ഞാൻ ഡ്രൈവറാണ്. ഓക്കെ. ഏത് വണ്ടിയാണ്? ഇപ്പോൾ ഓടുന്ന ഇന്നോവ.
ഇന്നോവയാണ്. ഏറ്റവും കൂടുതൽ ലോങ് ഒരു ദിവസം ഓടുന്നത് ഏതുവരെയൊക്കെയാണ്? അങ്ങനെ പറയാൻ പറ്റില്ല, ഓരോരോ ഓട്ടം കിട്ടുന്നതനുസരിച്ചിട്ട് പോകും. ഓടിയിട്ടുണ്ട്. എന്നാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും, കാരണം ഡ്രൈവേഴ്സ് ആകുമ്പോൾ രാത്രിയെന്നില്ല പകലെന്നില്ല ഓടേണ്ടി വന്നിട്ടുണ്ട്. എത്ര വർഷമായിട്ടാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്? ഒരു 10-25 കൊല്ലമായി. 25 കൊല്ലമായിട്ടുണ്ട്. ഇനി മക്കളിലേക്ക് വരുമ്പോൾ എന്താണ് മിടുക്കിയുടെ പേരെന്താണ്? ശ്രീരുദ്ര. ശ്രീരുദ്ര എന്നാണ്. എത്രാം ക്ലാസ്സിലാണ്? ഞാൻ 4th-ലാണ്. 4th-ലാണ്. എങ്ങനെയുണ്ട് 4th ഗ്രേഡ് ജീവിതം? എങ്ങനെയുണ്ട്? നല്ലതാണ്. 3rd ആയിരുന്നോ നല്ലത്, ഇപ്പോൾ 4th ആണോ നല്ലത്? 4th ആണ്. എന്താണ് 3rd ഗ്രേഡ് മോശമാണെന്ന് തോന്നാൻ കാരണം? മോശമാണെന്ന് തോന്നിയിട്ടില്ല, എന്നാലും വലിയ ക്ലാസ്സിലോട്ട് എത്തിയപ്പോൾ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ ആണ്. ഓക്കെ. അപ്പോൾ ചേച്ചി അനിയത്തി ആരും ഇല്ല? എങ്ങനെയാണ്, ഒറ്റപ്പെടലും വല്ലതും ഉണ്ടോ, അതോ ഒറ്റയ്ക്കിരുന്ന് കളിക്കുക അങ്ങനെയുള്ള പരിപാടിയാണോ? വിഷമം തോന്നിയിട്ടുണ്ടോ വീട്ടിൽ ഒറ്റയ്ക്കാണ്? കാരണം അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോൾ. അച്ഛൻ ജോലിക്ക് അല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കളിക്കാറുണ്ട്. എന്താണ് അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ അമ്പലത്തിലാണ്. അമ്മയോ? ഹൗസ് വൈഫ്. ഹൗസ് വൈഫായിട്ട് അമ്മ കൂട്ടിനുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ല. ഇനി മോൻ എന്താണ്, എവിടെ നിന്നാണെന്നൊക്കെ അറിയണം. എൻ്റെ പേര് അർജുൻ കൃഷ്ണ. ഓക്കെ. അർജുൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ഇനി 10ാം ക്ലാസ്സിലോട്ടാണ്. എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാനൊരു നേവി ഓഫീസർ. നേവി ഓഫീസറാണ്. എന്തുകൊണ്ട് നേവി? എയർഫോഴ്സ് വേണ്ട, നേവി തന്നെ മതി എന്ന് തീരുമാനിച്ചത്? നേവിയിലോട്ടാണ് കുറച്ച് താല്പര്യം. വെള്ളത്തിൽ കൂടെ ബോട്ടിൽ കൂടെ ഒക്കെ പോവാം നമുക്ക്. അതാകുമ്പോൾ നേവി ഓഫീസർ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കൂടെ നീന്തി തുടിക്കാം. കറക്റ്റ്. ഓക്കെ. ഒട്ടും റിസ്ക് ഇല്ലാത്ത ജോലി കൂടെ ആയതുകൊണ്ട് നമുക്കങ്ങ് പോവാം. പിന്നെ എന്തൊക്കെയാണ് വേറെ? വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വീട്ടിലെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, അനിയുണ്ട്. അനിയനുണ്ട്. ഈ അപ്പൂപ്പനും അമ്മുമ്മയും ഉള്ളതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൂപ്പനും അമ്മുമ്മയോട് എപ്പോഴും വഴക്ക് കേൾക്കാം. അത് ഗുണമാണോ? അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഈ അപ്പൂപ്പനും അമ്മുമ്മയും ഉള്ളതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്താണ്? ഒരു ചെറിയ പ്രശ്നമായിട്ട് മോന് തോന്നിയത് എന്താണ്? പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. പ്രശ്നം എന്നാലും അത് പറയുമ്പോഴേ അവൻ്റെ സൗണ്ട് അങ്ങ് ഇടറുവാ. എന്നാലും അപ്പൂപ്പനും അമ്മയും ഉള്ളത് കൊണ്ടിട്ടുള്ള ചെറിയ ചില പ്രശ്നങ്ങൾ. അച്ഛനും അമ്മയും കാണാത്ത കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അച്ഛനും അമ്മയുടെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പൂപ്പനാണോ അമ്മൂമ്മയാണോ മോർ സോഫ്റ്റ്? ആരാണ് സോഫ്റ്റ്? അപ്പൂപ്പൻ. അപ്പൂപ്പനാണ് സോഫ്റ്റ്. അമ്മൂമ്മ പ്രശ്നക്കാരിയാണ് ഇച്ചിരി. എന്നാലും ചെറിയൊരു അലമ്പുണ്ട്. ഓക്കെ. അപ്പൊ നേവി ഓഫീസർ. മോൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്ന പറഞ്ഞില്ലല്ലോ? IPS ഓഫീസർ. ചെറിയ കളികളൊന്നുമില്ല. ഓക്കെ. ഇനി മോനിലേക്ക് വരുമ്പോ. എൻ്റെ പേര് അഭിനവ് എന്നാണ്. അഭിനവ്. എന്താ ചെയ്യുന്ന അഭിനവ്? എത്രാം ക്ലാസ്സിലാ? 8ൽ. 8ലാണ്. 8ലെ ജീവിതം എങ്ങനെയുണ്ട്? തട്ടുമുട്ടുവാണോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഇനി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്തിനാണ് മോൻ? ഇപ്പൊ 10 ആവുന്നു, 12ാം ക്ലാസ് ആവുന്നു. ജീവിതത്തിൽ ഇനി ഈശ്വരാ കാത്തോളണേ എന്ന് പറയുന്നൊരു കാര്യം എന്താണ്? ഡിഗ്രി എത്തുമ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ഇപ്പോഴേ വല്ല സങ്കടമുണ്ടോ? ചെറുതായിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വെറുതെ ഇരിക്കുമ്പോൾ? സൈക്കിൾ ഓട്ടിക്കാനാണ്. ഓക്കെ. വീട്ടിലാരൊക്കെയുള്ളേ? അച്ഛൻ, അമ്മ, അമ്മുമ്മ. അമ്മുമ്മയുണ്ട്. ഓക്കെ. എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ തിരുവനന്തപുരത്ത് മഹാഗണപതി ആശ്രമം ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന. അമ്മയോ? റോയൽ എൻഫീൽഡ്, നെയ്യാറ്റിൻകര. റോയൽ എൻഫീൽഡ് ബൈക്കിന്റെ അല്ലേ? ബൈക്കിന്റെ ഷോറൂം ആണോ? ഓക്കെ. റോയൽ എൻഫീൽഡിൽ എന്താ അമ്മ ചെയ്യുന്നേ? സെയിൽസ് ഗേൾ ആണ്. ഓക്കെ. അടിപൊളി. എന്നിട്ട് മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാ? മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? ബുള്ളറ്റ്. ഒരാള് 4ാം ക്ലാസ് ആണ്, 8ാം ക്ലാസ് ആണ്, 9ാം ക്ലാസ് ആണ്. നിങ്ങൾ എങ്ങനെയാ ഒരുമിച്ച് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിയത്? ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവളെങ്ങനെയുണ്ട്? മിടിക്കാന്നോ ഇവള്? മിടിക്കാണ്. എന്തായാലും എന്തായാലും അതിലൊരു സംശയം ഉണ്ടല്ലോ നിനക്ക്? സംശയമൊന്നുമില്ല. ഓക്കെ. ഈ 2 ചേട്ടന്മാരിൽ ആരാണ് ഏറ്റവും കൃത്യമായിട്ട് ക്വിസ് പ്രോഗ്രാമിനൊക്കെ ഉത്തരം പറയുന്നത്? മോള് പറഞ്ഞേ. അർജുൻ ചേട്ടനാണ് മിടുക്കനായിട്ട്. ഓക്കെ. നീ പഠിപ്പിയാണോ? അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഒരു പഠിപ്പിയാണോ അതോ? നോർമലാണ്. പഠിപ്പിയല്ല, ബാക്ക് ബെഞ്ചറും അല്ല, ഇടയ്ക്കൊക്കെ ഇരുന്ന് പോവാണ്. ഓക്കെ. അപ്പൊ മോളും ഇവരെല്ലാരും ക്വിസ് പ്രോഗ്രാമിന് പോകുന്നതാണ്. ഇവരിൽ ആരെങ്കിലും പ്രശ്നക്കാരുള്ളതായിട്ട് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? എല്ലാരും പാവങ്ങൾ തന്നെയാണ്. ഈ മാം എങ്ങനെയുണ്ട്? ഈ ആന്റി എങ്ങനെയുണ്ട്? ആന്റി കുഴപ്പമൊന്നും ഇല്ല. അങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ല അല്ലെ? കുഴപ്പം തോന്നുന്നുണ്ടോ? ഇല്ല. പ്രശ്നമില്ല. ഈ സാറിനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് സാറ്, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ചേട്ടൻ ഡ്രൈവറാണ്, അതിന്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്. തോന്നില്ല. ഓക്കെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് വേറെ ഹോബീസ്? എന്തൊക്കെയാണ് മോന്? ഹോബീസ് വീട്ടിൽ കളിക്കാനൊക്കെ പോകാറുണ്ട്. കളിക്കാൻ എന്താ സ്പോർട്ടാണോ? ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും. ഓക്കെ. ഫുട്ബോളിൽ ഇഷ്ടപ്പെട്ട താരം ആരാണ് മോന്റെ? എനിക്ക് CR7 റൊണാൾഡോ. വേറെ ഏതായിരുന്നു? CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ. അങ്ങനെ. ഓക്കെ. എന്നിട്ട് ക്രിക്കറ്റിലെ വിരാട് കോഹ്ലി. നിന്നിലേക്ക് വരുമ്പോ ക്രിക്കറ്റ് ആണോ? എന്താണ്? വോളിബോൾ, ബാഡ്മിന്റൺ?
ക്രിക്കറ്റാണ് ഇഷ്ടം. ക്രിക്കറ്റാണ് ഇഷ്ടം. ക്രിക്കറ്റിൽ ആരെ? ധോണി തന്നെ. ധോണി. വൈ ധോണി? എന്തുകൊണ്ട് ധോണീനെ ഇത്രയധികം സ്നേഹിക്കുന്നു? കളി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കളി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. സോ കണ്ടില്ലേ, പല ഇഷ്ടങ്ങളും പല സ്വഭാവങ്ങളിലുള്ള ഒരുപാട് പല മേഖലകളിൽ നിന്ന് വരുന്നവരാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും തന്നെ വൈകുന്നില്ല, ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ആൻഡ് ദ ഫസ്റ്റ് റൗണ്ട് GK റൗണ്ട്. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഓക്കെ, നമ്മുടെ GK റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അറിയാലോ, 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ചോദിക്കും, പിന്നെ മലയാളത്തിൽ ചോദിക്കും. മലയാളം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഫ്രണ്ടിലിരിക്കുന്ന ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഞങ്ങൾ അയോഗ്യരാക്കും. ഓക്കെ, അപ്പോൾ ഓരോ ശരിയുത്തരം ക്യാരി ചെയ്യാൻ പോകുന്നത് 2 പോയിന്റ്സ് ആണ്. ഓക്കെ, തുടങ്ങാം. റെഡി? ആദ്യത്തെ ചോദ്യം, which is the first Malayalam movie that won the national award? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ മലയാള സിനിമ ഏതാണ്? അപ്പോൾ O ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻസർ എന്താണ്? നീലക്കുയിൽ. നീലക്കുയിൽ. ശരി ഉത്തരം. ഓക്കെ, സോ രണ്ടാമത്തെ, നീലക്കുയിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സിനിമ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇവർ GK ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് പോകുന്നവരാണ്. അപ്പൊ നീലക്കുയിൽ കണ്ടിട്ടില്ല. നീലക്കുയിൽ അഭിനയിച്ചിരിക്കുന്ന ആരാന്ന് വല്ല ഐഡിയ ഉണ്ടോ? അറിയില്ല. സത്യൻ മാഷാണ് അല്ലേ? മിസ് കുമാരി, സത്യൻ സാറും കൂടെയായിരുന്നു അഭിനയിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, which ruler is credited with expanding the Travancore kingdom and famously defeating the Dutch? തിരുവിതാംകൂർ രാജ്യം വിപുലീകരിക്കുകയും ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്ത ഭരണാധികാരി ആര്? വൈറ്റ് ടീമാണ്. എന്താണ് ഉത്തരം? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. ശരി ഉത്തരം. എന്നിട്ട് മാർത്താണ്ഡവർമ്മയെ പറ്റി വേറെ എന്തെങ്കിലും അറിയോ? മാർത്താണ്ഡവർമ്മ അറിയാം, മറ്റേ നെയ്യാറ്റിൻകരയാണ്. ട്രാവൻകൂർ തിരുവിതാംകൂർ രാജാവായിരുന്നു. എങ്ങനെയുണ്ട് ആള്? നല്ല ആളായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. പണ്ടത്തെ അതാണ്. നെയ്യാറ്റിൻകരയില്ലേ? നീ എവിടെന്നാ വരുന്നേ? ഞാൻ നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്ന്. അപ്പൊ പിന്നെ മാർത്താണ്ഡവർമ്മ അറിയായിരിക്കണമല്ലോ. കിഷൻകോവിൽ അമ്മച്ചിപ്ലാവൊക്കെ. എന്തെന്ന്? അമ്മച്ചിപ്ലാവില് പണ്ട് ഒളിച്ചിരുന്നു. പറയണ്ടേ ഇതൊക്കെ? മാർത്താണ്ഡ എങ്ങനെയുണ്ട് മൊത്തത്തിലെ? പുള്ളി എങ്ങനെയുണ്ടായിരുന്നു? നല്ല പേരാണോ നാട്ടിലൊക്കെ? നല്ല പേരായിരിക്കും, രാജാവല്ലേ, അപ്പൊ നല്ല പേരായിരിക്കും. അങ്ങനെ എത്രയോ മോശം പേരുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. ഇയാള് നല്ലതായിരുന്നു. നാട്ടിലൊക്കെ നല്ല പേരായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു രാജാവായിരുന്നു എന്ന് മോൻ വിശ്വസിക്കുന്നു. ഓക്കെ, കേൾക്കണ്ട കേട്ടോ, പുള്ളിയുടെ ആൾക്കാരുണ്ട് ഇപ്പോഴും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. Which is the endemic species of frog found only in the western Ghats of Kerala, considered a living fossil? ജീവിച്ചിരിക്കുന്ന ഫോസിലായി കണക്കാക്കപ്പെടുന്ന കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന തദ്ദേശീയ ഇനം തവള ഏതാണ്? ദി വൈറ്റ് ടീമാണ്. ഏതാണ് മോനെ ഉത്തരം? പർപ്പിൾ ഫ്രോഗ്. പർപ്പിൾ തവള, പർപ്പിൾ ഫ്രോഗ്. ശരി ഉത്തരം. എന്തായാലും ഉത്തരം ഇവര് പർപ്പിൾ തവള കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർക്കും YXO കേരള എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഇതാ ഒരു സുവർണാവസരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ഇപ്പോൾ തന്നെ YXO കേരള എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. സോ കീപ് ഓൺ മെസ്സേജിങ് ആസ് ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങളുടെ YXO കേരള എന്ന ഇൻസ്റ്റാ പേജിൽ കിട്ടണം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. സാറേ, ബസറിൽ കറക്റ്റായിട്ട് വെച്ചുകൊണ്ടിരുന്നേ, കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് പിടിച്ച് പോവുകയാണ്. അപ്പോൾ നാലാമത്തെ ചോദ്യം മലയാളം കൂടി ഞാൻ പറയാം, ഇംഗ്ലീഷിന് ശേഷം. In Kathakali, which distinct color represents noble characters like gods? കഥകളിയിലെ ഏത് നിറമുള്ള ചമയമാണ് ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്നത്? ദി O ടീമാണ്. ഏതാണ്? പച്ച വേഷം. കറക്റ്റ് ആൻസർ. ഗ്രീൻ കളറിലാണ് നമ്മൾ ഏറ്റവും സാത്വിക ഗുണമൊക്കെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കഥകളിയിൽ പച്ച എന്നുള്ളത് O ടീം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, വേർ ഇസ് കാസിരംഗ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ്? കാസിരംഗ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
കറക്റ്റ് ആയിട്ട് ഓ ടീം ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. സാറേ എവിടെയാണ് കാസിറങ്ക? ആസാം. ആസാമിലാണ്. കാസിറങ്ക കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആസാമിലായിരുന്നെന്ന് അറിയോ? പിന്നെ എന്താ നീ പ്രസ് ചെയ്യാതെ നിന്നെ? കുറച്ച് ലേറ്റ് ആയി പോയി. കുറച്ച് ലേറ്റ് ആയി പോയി. കാസിറങ്കയിലുള്ള മൃഗം ഏതാണെന്ന് അറിയോ? കൂടുതലായുള്ള മൃഗം കേട്ടിട്ടില്ല. സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? റൈനോസറസ് കറക്റ്റ് ആണ്. സോ ഇവർ പറഞ്ഞ കാസിറങ്ക നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആസാം ശരി ഉത്തരം. ഇനി അടുത്ത, വാട്ട് കൺട്രി ഫീച്ചേഴ്സ് എ ഷിപ്പ് wreck ഓൺ ഇറ്റ്സ് നാഷണൽ ഫ്ലാഗ്? ദേശീയ പതാകയിൽ കപ്പൽ തകർച്ച കാണിക്കുന്ന രാജ്യമേത്? വൈറ്റ് ടീമാണ്. ബർമുഡ. ബർമുഡ ശരി ഉത്തരം. ബർമുഡയുടെ ഫ്ലാഗിലാണ് കപ്പൽ തകർച്ച, അതായത് ഷിപ്പ് wreck അവർ തന്നെ അതിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ബർമുഡ അതങ്ങനെ ചെയ്തേക്കുന്നതിന്റെ കാരണം അറിയോ? ഇല്ല, അറിഞ്ഞൂടാ. കാരണം കേട്ടിട്ടില്ല. അല്ല, GK ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ അങ്ങനെ വായിച്ചല്ലേ. ബർമുഡ ട്രയാങ്കിൾ എന്നെല്ലാം കേട്ടിട്ടുണ്ടോ? എന്താണ് ബർമുഡ ട്രയാങ്കിൾ? അത് അതുവഴി പോകുമ്പോൾ അത് വലിച്ചെടുക്കും ആൾക്കാർ. എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ അതുവഴി ഒന്ന് പോയി എത്തി നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ജീവന് കൊതിയുണ്ട് അവന്. ഞാൻ അതൊന്ന് പോയി വേണമെങ്കിൽ ഡിനോസറിന്റെ കൂടെ പോവാം. ബർമുഡ ട്രയാങ്കിൾ വഴിയൊന്നും ഞാൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മോനെ ഒന്ന് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ബർമുഡ ട്രയാങ്കിളിലൂടെ പോകുന്ന എല്ലാ കപ്പലും അതുപോലെ തന്നെ ഈ വലിയ ഫ്ലൈറ്റ്സ് ഒക്കെ കാണാതെ ആകുന്നു എന്നാണ് ഉള്ളത്. സോ മോനൊന്ന് പോയി ഒന്ന് നോക്കണം, ഇതിന്റെ സത്യാവസ്ഥ നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? വേണമെന്നില്ല. എല്ലാവർക്കും ജീവന് കൊതിയുണ്ട്. മോൾക്കോ? ഇല്ല, വലിയ താല്പര്യമില്ല. നോ, ആർക്കും താല്പര്യമില്ല. ഓക്കെ, എന്തായാലും ബർമുഡ ഇവർ പറഞ്ഞ ഉത്തരം ശരിയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെയറസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് സ്പൈസ് ഇൻ ദ വേൾഡ് ബൈ വെയ്റ്റ്? ഭാരം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും അപൂർവവും വില കൂടിയതുമായ സുഗന്ധ വ്യഞ്ജനമേത്? ദി ഓ ടീം. കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് കറക്റ്റ് ആൻസർ. സാഫ്രൺ. ഓക്കെ, ഇനി അടുത്ത 8ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ടാക്കോഫോബിയ? എന്താണ് ടാക്കോഫോബിയ? വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ടാക്കോഫോബിയ? സ്പീഡിനോടുള്ള ഭയം. സ്പീഡിനോടുള്ള ഭയം. സ്പീഡിനോടുള്ള ഭയം എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരി ഉത്തരം. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പേടിയുള്ള കാര്യം? മോൻ അർജുൻ, എന്താണ് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം? എന്താണ് ജീവിതത്തില് ഭയങ്കര പേടിയുള്ള ഒരു കാര്യം മോന്? പാമ്പിനെ കണ്ടാൽ ഭയമുണ്ട്. പാമ്പിനെ പേടി എന്നാണ് പറയുന്നത്. ഏത് തരം പാമ്പ്? ചേര, അണലി? അങ്ങനല്ല, വലിയ വിഷമുള്ള പാമ്പുകൾ. പാമ്പിനെ കണ്ടിട്ടുണ്ടോ? തല്ലിക്കൊല്ലുക കണ്ടിട്ടുമല്ലോ ഉണ്ടോ? കണ്ടിട്ടുണ്ട്. ഏത് പാമ്പിനെയാ കണ്ടേക്കുന്നേ? പച്ചില പാമ്പ്. പച്ചില പാമ്പിനെയൊക്കെ പേടിക്കാനുണ്ടോ? കണ്ടിട്ടുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ള പച്ചില പാമ്പിനെയാണ്. ഈ വിഷം കൂടിയ ഐറ്റത്തിനെയാണ് ഏറ്റവും പേടി മോന്. ഇനി ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 9ാമത്തെ ചോദ്യത്തിലാണ്. കറക്റ്റ് ആയിട്ട് ബസർ മലയാളം കൂടെ കഴിഞ്ഞതിന് ശേഷം പ്രസ് ചെയ്യുക. വാട്ട് ഈസ് എ ഡ്യൂറേഷൻ ഓഫ് എ ഫുട്ബോൾ മാച്ച് വിത്തൗട്ട് എക്സ്ട്രാ ടൈം? ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം എത്രയാണ് എക്സ്ട്രാ ടൈം ഇല്ലാതെ? ദി ഓ ടീമാണ്. 90 മിനിറ്റ്. 90 മിനിറ്റ് ശരി ഉത്തരം. എവിടെ? മെസ്സിനെ കാണാൻ അർജന്റീനയെ പോകുന്ന ആൾ എവിടെ? എന്നിട്ട് ഫുട്ബോളിന്റെ ചോദ്യം ചോദിച്ചിട്ട് എന്താ നീ ഉറങ്ങി നിൽക്കുകയാണോ? മെസ്സിയില് അറിയായിരുന്നു. പ്രസ് ആയിപ്പോയി. അവള് അർജന്റീനയെ പോവാൻ നിൽക്കുക റെഡി ആയിട്ട്. എന്നിട്ട് അവള് ഫുട്ബോളിന്റെ ചോദ്യം ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാണ്ട് നിൽക്കുക. 10ാമത്തെ ചോദ്യമാണ്, ഹൗ മെനി മിനിറ്റ്സ് ആർ ദെയർ ഇൻ എ ഫുൾ വീക്ക്? ഒരു മുഴുവൻ ആഴ്ചയിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഓ ടീം പ്രസ് ചെയ്തിരിക്കുകയാണ്. കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവര്. നിങ്ങൾ കൂട്ടിയാ വെറുതെ ഇരിക്കാതെ കൂട്ടു നോക്ക് നിങ്ങൾ. അതായത് ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. 24 മണിക്കൂർ ഒരാഴ്ചയിൽ 7 ദിവസം. മിനിറ്റ് ആണേ സാറേ. ഇപ്പോഴും കൂട്ടുന്നേ ഉള്ളൂ. സാർ കൂട്ടിക്ക. മിനിറ്റ് ആണ്, മണിക്കൂറല്ല, മിനിറ്റ് ആണ്. ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് എങ്കിൽ ഒരാഴ്ചയിൽ എത്ര മിനിറ്റ് ആണ്? അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്? ഒരാഴ്ചയിൽ എത്ര മണിക്കൂറുണ്ട്? ആ മണിക്കൂറുകളിൽ എത്ര മിനിറ്റ് ഉണ്ട്? സിമ്പിൾ ആണെന്ന് മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാൽ മതി. ഐഡിയ ഉണ്ടോ? കിട്ടിയോ വല്ലതും? ഇല്ല, കിട്ടിയിട്ടില്ല. അവരിപ്പോഴും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സാർ ഇന്നും എല്ലാം തീരുമോ? ഇന്ന് എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പെങ്കിൽ എനിക്ക് എൻ്റെ മിനിറ്റ് ഒന്ന് അറിയണം. സാറിന് എന്തോ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്, അതൊന്ന് പാസ് ചെയ്ത് നോക്കാം. സാറേ നോക്കാം. 1008 മിനിറ്റ്. 1008 മിനിറ്റ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു 4 അക്ക
സംഖ്യ അല്ല. അല്ല. കുറേ നേരമായിട്ട് എഴുതിയും നിന്നും കൂട്ടിയും കിഴുക്കിയൊക്കെ ചെയ്യായിരുന്നു ടേബിളിൽ. എന്നിട്ട് എത്രയാണ് ഒരു ആഴ്ചയിൽ എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. സാധാരണ രീതിയിൽ എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിയാലും കണക്ക് തെറ്റാറില്ല. കണക്ക് തെറ്റാറില്ല. ഓക്കെ, എത്രയാണ് പറഞ്ഞേ? ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് 1008 തന്നെയാണ്. ചേട്ടൻ നിൽക്കുന്നത് 1008. ഉത്തരം തെറ്റാണ്. ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ആണെങ്കിൽ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ആണെങ്കിൽ, ഒരാഴ്ചയിൽ 10,080 മിനിറ്റ് ആണുള്ളത്. ചേട്ടന് ഒരു ഇത് മാറിപ്പോയി, ഒരു 0 മാറിയതിൻ്റെ ഇതിലാണ് എല്ലാം പോയത്. ചേട്ടന് 1008 ആയുള്ളൂ, 10,080 ആയിരുന്നു. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ വൈറ്റ് ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 8 പോയിന്റ് ആണ്. ഞങ്ങളുടെ ഓ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 10 പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് സ്കോർ നില ഉയർത്തണ്ടേ? 2 പോയിന്റേ ഉള്ളൂ. ഇനി 5 പോയിന്റ് കിട്ടാനായിട്ടുള്ള ഒരു വഴി ചേച്ചി പറഞ്ഞു തരട്ടെ. അത് കളിച്ച് തന്നെ നേടണം. കാരണം ഞങ്ങൾ കടക്കുന്നു രണ്ടാമത്തെ റൗണ്ടിലേക്ക്. ഗെയിം റൗണ്ട്. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഇന്നത്തെ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ദേ എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ പസിൽ. ഇത് വളരെ സിമ്പിളാണ്. പസിൽ അറിയാലോ നമുക്ക്. നിങ്ങളുടെ 2 പേരുടെയും ടേബിളിൽ ഞാൻ 2 സൂപ്പർ സ്റ്റാർസിനെ കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. നിങ്ങൾ അറ്റ് എ ടൈം ഓരോ പീസ് ഓഫ് പസിൽ എടുത്തുകൊണ്ട് ദേ ഇവിടെ കൊണ്ട് ഒട്ടിക്കുക. ഇത് തെറ്റിപ്പോവും. ആദ്യത്തെ 1-2 ഈ പറഞ്ഞ പോലെ പീസ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ് സൂപ്പർ സ്റ്റാർ, കണ്ണാണോ മൂക്കാണോ ചെവിയാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് സോർട്ട് ചെയ്ത് കണ്ടെത്തുക. അറ്റ് എ ടൈം ഒരു പീസ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ നിയമം. 2 കയ്യിൽ 2 എടുത്തുകൊണ്ട് ഒന്ന് പ്ലേസ് ചെയ്യരുത്. ഒരെണ്ണമായിട്ട് എടുക്കുക. ഏറ്റവും ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ചിത്രം പൂർത്തീകരിക്കുന്ന ടീമായിരിക്കും വിൻ ചെയ്യുന്നത്. 2 പോയിന്റേ ഉള്ളൂ വ്യത്യാസത്തിൽ. അപ്പോൾ മാക്സിമം 5 പോയിന്റ് നേടാനായിട്ടുള്ള സുവർണ അവസരമാണ്. ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പൊട്ടിക്കുന്ന സാർ ഇവരെ വെല്ലുവിളിക്കുന്നത് ഞാൻ കണ്ടു. അല്ലേ സാറേ? അർജുൻ, ഈ ഗെയിമിലും അർജുനെ ഞാൻ പൊട്ടിച്ചിരിക്കും പറഞ്ഞിരിക്കുകയാണ്. എന്താണേലും നോക്കാം. അർജുൻ, കേട്ടിട്ടൊന്നും നീ ഭയക്കരുത്. ഭയമൊന്നുമില്ല. പോരാടി തോറ്റാലും കുഴപ്പമില്ല. പോരാടിയിരിക്കും. അവസാന ശ്വാസം വരെ അവ ഇവിടെ നിന്ന് പോരാടിയിട്ടേ പോവുള്ളൂ എന്നാണ്. അതാണ് ആ സ്പോർട്ടീവ് സ്പിരിറ്റ്. നമ്മളതൊന്നും കൊണ്ട് നമ്മൾ മയങ്ങാൻ പോകുന്നില്ല. എന്തായാലും വൈറ്റ് ടീം, എല്ലാ വൈറ്റ് ടീംസും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് സെക്യൂർ ചെയ്ത് കണ്ടിട്ടുള്ളൊരു റൗണ്ട് കൂടിയാണ്. സോ വിഷിംഗ് അർജുൻ ഓൾ ദി ബെസ്റ്റ്. ബൈ. അർജുൻ ഇങ്ങ് വരാം, ചേച്ചിയുടെ അടുത്തേക്ക് വരാം. And Arjun, ready? And your time starts now. തുടങ്ങിക്കോ, വേഗം എടുത്തോണിക്കോ. ഒരെണ്ണം വെച്ചെടുത്തോ. ഒരാളുടെ നെറ്റ് കിട്ടിയിട്ടുണ്ട്. അവന് കാണാൻ പറ്റുന്നില്ല. നീ ഒന്നും കാണാൻ പറ്റുന്നില്ല. പറഞ്ഞ കുഴപ്പമില്ല. നെറ്റ് കണ്ടിട്ട് ആരാണ് എന്ന് നോക്കാം. ഏത് സൈഡിലാണ് വരുന്നത് നോക്കാം. എനിക്കൊരു കുഞ്ഞൂഹമുണ്ട്. കുഞ്ഞൂഹം? നീ കുഞ്ഞൂഹം പറ. ആരാണെന്ന് തോന്നുന്നു? മോഹൻലാൽ തോന്നുന്നു. ലാലേട്ടനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം മലർത്തിയിടാതെ ഓരോന്നെടുത്ത് മലർത്തിക്കൊണ്ട് ചെയ്യാം. അവര് ഷേപ്പ് വെച്ചൊക്കെ പിടിക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ? എൻ്റെ ഉള്ളിൽ അലമ്പോയർന്നു. ചില സമയങ്ങളിൽ ഇങ്ങനെ ചാടി വരും. ഓക്കെ, കമോൺ. ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത്. ഏതൊരു കുട്ടിയുടെയും വികാരമായ ആരാണ് ഇത്? കമോൺ. അർജുനെ, അത് തന്നെ കറക്റ്റ് തന്നെ നീ ചെയ്യുന്നത്. വെരി കറക്റ്റ്. എവിടെ അത് വരും നോക്കൂ. യെസ്. നോക്ക്. അത് തന്നെ. എന്താ നോക്ക്. യെസ്, കറക്റ്റ്. നോക്കിയാൽ മതി. അത് തന്നെ. നീ പറ്റുന്ന പോലെ വെച്ചോ. വെരി ഗുഡ്. താഴത്തെ തള്ളി കുറച്ചുകൂടെ ഒന്ന് ഇളക്കി മാറ്റി നീ. അത് അക്കോർഡിംഗ് ഏറ്റവും ഭംഗിയിൽ അത് ചെയ്യാം.
മറ്റേത് വെച്ച് നോക്കിയിട്ട് നീ താഴത്തത് അഡ്ജസ്റ്റ് ചെയ്താലും മതിയല്ലോ. അപ്പം അതിൻ്റെ നമുക്ക് കിട്ടുള്ളൂ. ഇത് വെച്ച് നോക്കിയിട്ട് യെസ് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ആണെങ്കിൽ പ്രസ് ചെയ്ത് വയ്ക്കാം. കറക്റ്റ്. വെരി ഗുഡ് മോനെ. എടുത്തോ, പറിച്ചോ നീ. അതിൻ്റെ ആദ്യം തന്നെ യെസ്. കമോൺ. വേഗം. കറക്റ്റ്. അടിപൊളി. ലാലേട്ടൻ ചെറുതായി മിന്നി തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ടനാണ് വന്നേക്കുന്നത്. ലാലേട്ടൻ്റെ കണ്ണും മൂക്കും ബാക്കി ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാൽ സാറിൻ്റെ ഏറ്റവും ഭംഗിയിൽ ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ അടുപ്പിച്ച് വെക്കുക. ലാലേട്ടനെ ചരിവുള്ളൂ, ലാലേട്ടൻ്റെ ഫോട്ടോയ്ക്ക് ചരിവില്ല. ഇനിയും കുറച്ച് പീസസ് ഉണ്ട്. യെസ്. നോക്കിയേ കറക്റ്റാ. നോക്കിയേ എന്തത്, ലാലേട്ടൻ്റെ തല മാറിപ്പോയാ? നോക്കിയേ, എന്നാണോ നോക്കിയേ, എന്നോട് നോക്കിയൊക്കെ. അതെവിടെയായിരിക്കും വരാൻ സാധ്യത? എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പുറ സൈഡും എല്ലാം വെച്ച് നോക്കിയേ. അപ്പുറ സൈഡൊക്കെ വെച്ച് നോക്കിയേ. അതാണ് ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല. ഫോട്ടോ ആയിട്ട് അത് കിട്ടണം. നീ മറ്റേതും കൂടെ വെച്ച് നോക്ക്. അതെവിടെ വരാനായിരിക്കും സാധ്യത എന്ന് നോക്കിയിട്ട് ഇതൊരു പക്ക ഒരു ചിത്രമാണ്. ഞാനൊന്നും പറയുന്നില്ല. വെരി ഗുഡ്. ലാലേട്ടൻ തെളിഞ്ഞു വരുന്നുണ്ട്. ലാലേട്ടൻ്റെ ഹെയറിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ കിട്ടാനായിട്ട്. ഇതും കിട്ടി വരുന്നുണ്ട് ലാൽ സാറിനെ. എവിടെ വരാനാണ് സാധ്യത നോക്കൂ. അവിടെ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുകയാണ്. ഒന്നുകൂടെ ചിന്തിച്ച് നോക്കി. എവിടെയായിരിക്കും ആ ഭാഗം വരുന്നതെന്ന് നോക്കിയേ. എന്നാടാ ലാലേട്ടൻ്റെ മുടി മാറിപ്പോയാൽ നോക്കിയേ. അതെവിടെയായിരിക്കും വരുന്നത്? ലാലേട്ടൻ്റെ നെറ്റി ഭാഗം എവിടെയായിരിക്കും വരുന്നത് നോക്കിയേ. അതാ കൺഫ്യൂഷൻ ആയിപ്പോയി ലാൽ സാറിൻ്റെ. നോക്ക, എല്ലായിടത്തും നോക്കി നോക്കാം മോനെ. ഒന്നുകൂടെ വച്ച് നോക്കിയേ. എവിടെ വരാനായിരിക്കും സാധ്യത നോക്കിയേ. റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? ലെഫ്റ്റും കൂടെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയേ. ലെഫ്റ്റിൽ റൈറ്റിലോട്ട് വെച്ച് നോക്കിയേ. അതിൽ കംപ്ലീറ്റ് ആവുന്ന എവിടെയാണെന്ന് നോക്കിയേ. അല്ലാതെ റൈറ്റ് ആണോ? യെസ്. വരുന്നുണ്ട്. ആയി വരുന്നുണ്ട് ലാൽ സാറായി വരുന്നുണ്ട്. യെസ്. ഏറ്റവും ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്ന കേട്ടോ. ലാലേട്ടൻ ആകുന്നുണ്ട്. ലാലേട്ടൻ ഒരുവിധം സെറ്റായി വരുന്നുണ്ട് ലാൽ സാറ്. അതെവിടെയായിരിക്കും? എവിടെയായിരിക്കാൻ സാധ്യതയുണ്ട്? മുടി ഓൾറെഡി ലാലേട്ടൻ സെറ്റാണ്. ഇനി വേറെ വെച്ച് കൊടുക്കാതെ ലാൽ സാറിന്. അത് കറക്റ്റ് എവിടെയാണ് മിസ്സിങ് ഉള്ളത് നോക്കിയേ. ലാൽ സാറിൻ്റെ ഹെയർ എവിടെയാണ് മിസ്സിങ് ഉള്ളത് നോക്കിയേ. കുറച്ചുകൂടി അവിടെ വെച്ച് കൊടുക്കാന്നോ? അതാണ് നോക്കിയേ. എല്ലായിടത്തും ഒന്ന് അടുത്തടുത്ത് നോക്കി നോക്കാം. ഇനി ഏതൊക്കെ ഉണ്ടോ നോക്കിയേ. വരാൻ സാധ്യത നീ ഒന്ന് ആലോചിക്കേ. അളിയ നീ കറക്റ്റ് അതൊന്ന് ആലോചിക്കേ. അതിങ്ങനെ മുടി ചാടി നിൽക്കുന്ന പകുതി. കുറച്ചുകൂടെ നോക്കിയേ നീ. ലാലേട്ടാ പൈതങ്ങളോട് ക്ഷമിക്കണേ. പക്ഷെ കറക്റ്റ് തന്നെ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും നിനക്ക്.
എന്നാ നോക്കി അത് തന്നെ നോക്കി ആ യെസ് കണ്ടോ ലാലേട്ടനായി വരുന്നുണ്ട്. ആ എവിടെയായിരിക്കും എന്നോ യെസ് കറക്റ്റ് മറ്റേതും കൂടെ നോക്കി നോക്ക്. എല്ലാം ഒരു ചതുരമായിരിക്കുമല്ലോ, അതാണ് അത് തന്നെ നോക്കിയോ നീ കറക്റ്റ് തന്നെ നീ വെക്കുന്നേ. ആ അത് തന്നെ അവൻ ചരിഞ്ഞാണ് നിന്നത് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നവൻ. അല്ലാണ്ട് ഇങ്ങനെ നോക്കി ആ ചെയ്ത് തീർന്നു എന്ന് മോന് വിശ്വാസം ഉണ്ടെങ്കിൽ മോന് മാറാം. നിനക്ക് കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. കഴിഞ്ഞു ചേച്ചി, എൻ്റെ ലാലേട്ടൻ ഇങ്ങനെയാണെന്ന് പറയണം എൻ്റെ അടുത്ത്. കഴിഞ്ഞെങ്കിൽ നിനക്ക് സീറ്റിൽ പോയി നിൽക്കാം. കഴിഞ്ഞു എന്ന് പറയണം എന്നെ. നോക്കി കഴിഞ്ഞു എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. അപ്പം മോനെ സീറ്റിൽ ആദ്യം പോവാം, ഒന്ന് എന്നിട്ട് ലാലേട്ടനെ ഒന്ന് കാണിച്ചു. അപ്പം ഇതാണ് അർജുൻ. മറ്റവൻ തെറിയൊക്കെ വിളിക്കുന്നത് എന്തോന്നട ഇത് കാണിച്ചു വെച്ചേക്കുന്നൊക്കെ. അതാണോ നീ എന്താ ഉദ്ദേശിച്ചത്? കൈകൊണ്ട് അവൻ എന്താ ആംഗിയൊക്കെ കാണിക്കുന്നുണ്ട്? അല്ല മൈക്ക് പറഞ്ഞ എന്താ നീ ഉദ്ദേശിച്ചേ? പറ. ദേഷ്യമാണോ അതോ നിന്റെ സ്നേഹമാണോ? എന്താ നീ പ്രകടിപ്പിച്ചേ? നീ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താ? നീ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞോ. എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെയുണ്ട് ഇവരുടെ? കൊള്ളാന്നാണ് പറയുന്നത്. സമയം പിടിച്ചു എന്നാണ് മോൻ പറയുന്നത്. പക്ഷെ ലാലേട്ടൻ എനിക്കൊന്ന് ഇച്ചിരി കൊമ്പ് കൂടിപ്പോയോ എന്നൊരു സംശയം. ഇതാണ് ഇവൻ വച്ച ലാലേട്ടൻ. ഇനി ശരിക്കും ഞങ്ങൾക്ക് വേണ്ടിയ ലാലേട്ടൻ ഒന്ന് കാണിച്ചു തരാം മോണിറ്ററിൽ. എവിടെയാണ് പാളിപ്പോയതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പീസ് ഒന്ന് കയറിപ്പോയി. മോനൊന്ന് ഇത് കറക്റ്റായിട്ട് ഈ പരിപാടിയും ഇതൊന്ന് താഴോട്ടും കൂടെ അസോർട്ട് ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞ മാതിരി ആ കൊമ്പങ്ങ് മാറി ലാലേട്ടൻ കുറച്ചുകൂടെ വൃത്തിയാവുമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും മോൻ എത്ര സമയത്തിനുള്ളിലാണ് മോന് പറ്റുന്ന രീതിയിൽ ചെയ്തതെന്ന് നമുക്കിത് കഴിഞ്ഞതിന് ശേഷം അറിയാം. ഓ ടീമാണ് ഈ ഒരു ഗെയിമിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഓ ടീമിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത്? സാറാണ്. ഓക്കെ, സാറിനെ മുന്നോട്ട് ക്ഷണിക്കാം. റെഡിയാണ്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ സാർ. ഒരെണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓരോ പീസായിട്ട് നോക്കുക. കണ്ണ് കണ്ടിട്ടൊരു നായികയാണെന്നാണ് തോന്നുന്നത്. കണ്ണ് കണ്ടിട്ടൊരു നായികയാണെന്ന് തോന്നുന്നു. ഏതാണ് ആ നായിക? കുഞ്ഞുങ്ങൾ എത്തി നോക്കണ്ട, സമയം തരാം. നേരെ നിന്നാൽ മതി, നേരെ നിന്നാൽ മതി. ആ കണ്ണ് കണ്ടിട്ട് എനിക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് ആ നായിക ആരാണെന്ന്. അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെയാണോ ചേട്ടാ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല. ആ ചേട്ടാ ഒട്ടിച്ചാ ഓക്കെ. ചേട്ടാ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നായികയുടെ അത്രയും കണ്ടിട്ട് നയൻതാരയാണോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. നയൻതാരയുടെ കണ്ണുകളാണ്. നയൻതാരയുടെ കണ്ണുകളാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. യെസ്, നയൻതാരയാണ്. നയൻതാരയുടെ പിക്കാണ് വന്നേക്കുന്നത്. ഇനി അത് എത്ര ഭംഗിയായിട്ട് ചേട്ടൻ എത്ര പെട്ടെന്ന് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം.
ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഫില്ല് ചെയ്യാൻ നോക്കുക. നയൻതാര തെളിഞ്ഞു വരുന്നുണ്ട്. ചേട്ടൻ ഈ മുടി വന്നപ്പോഴാണ് അങ്ങ് കൺഫ്യൂസ്ഡ് ആയത്. ഈ മുടിയെല്ലാം ഇതിലും കുറേ മുടി നിൽക്കുന്നുണ്ട്. എങ്ങോട്ട് വയ്ക്കണം എന്നൊരു പിടി കിട്ടുന്നില്ല ചേട്ടൻ. അതാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ചേട്ടന് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മുടിയുടെ അവിടെയാണ് ചേട്ടൻ അടി പതറിയത്. എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ചേട്ടന് മാറ്റാം. അറ്റ് എ ടൈം ഒരു കാർഡ് മാത്രം എടുക്കുക. എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ മാറ്റിയും വെക്കാം. എന്തെങ്കിലും മാറ്റിയും തിരിച്ചും വെക്കാനുണ്ടെങ്കിൽ വെക്കാം. എന്തും മാറ്റം വരുത്തണമെങ്കിലും വരുത്താം. മുടിയിൽ പോയി. മുടിയിലാണ് ചേട്ടൻ കൺഫ്യൂസ്ഡ് ആയി പോയി. എങ്ങോട്ട് വരുന്നു? മുടി എങ്ങനെ കിടക്കുന്നു? ഇങ്ങനെയാണോ നയൻതാര ഇട്ടേക്കുന്നത്? ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഡൗട്ടായി. താടി മാത്രം ഇങ്ങോട്ടോ തലതിരിഞ്ഞിരിക്കുന്നുണ്ട്. ചേട്ടൻ മുടിയിലാണ്. ഓ, മുടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ചേട്ടന്. നയൻതാര ഇങ്ങനെ സ്കെയിൽ ചെയ്ത് നോക്കുകയാണ്. നയൻതാരയുടെ ചേട്ടൻ ഒരുവിധം നയൻതാരയുടെ താടി ഒന്ന് സെറ്റ് ചെയ്തു. ചേട്ടന് നയൻതാരയുടെ താടിയുടെ ഒരു ചെറിയ പീസ് ഇച്ചിരി കൺഫ്യൂസിങ് ആയിപ്പോയി. എവിടെ നോക്കിയിട്ട് ചേട്ടൻ എന്തെങ്കിലും മാറ്റം എന്നുണ്ടെങ്കിൽ ഇപ്പം മാറ്റിക്കോണം. മുടിയോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് മാറ്റാനുള്ളത് മാറ്റിക്കോണം. നയൻതാര വരുന്നുണ്ട്. ഒക്കെ വരുന്നുണ്ട്. എവിടെയെങ്കിലും മാറ്റാനുണ്ടോ? മുടി പ്രശ്നത്തിലാക്കി കളഞ്ഞു. മുടിയാണ് ചേട്ടൻ അങ്ങ് കൺഫ്യൂസ്ഡ് ആക്കിയത്. ഇനിയുണ്ട് എടുത്ത ഒരു 4-5 പീസ് കൂടെ ഉണ്ടാവും. എവിടെയായിരിക്കും നയൻതാരയുടെ മുടി വരാൻ സാധ്യത? അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നയൻതാര ചേട്ടന് പണി കൊടുത്തു. എട്ടിന്റെ പണിയാ കൊടുത്ത ചേട്ടൻ. മോഹൻലാൽ മതിയായിരുന്നു തോന്നുന്നുണ്ടോ? ചേട്ടന് തോന്നുന്നുണ്ട് ലാലേട്ടനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പിടിക്കായിരുന്നു. ഇതൊരു ഫോട്ടോ ഫ്രെയിമിലായിട്ട് കിട്ടും. ആ ആംഗിളും കൂടെ മനസ്സിൽ കണ്ടേക്കണം.
ഒരുവിധമൊക്കെ എവിടെയൊക്കെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ചേട്ടാ നോക്കിക്കോണം, എവിടെയോ മുടി ചാടിയും തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ നോക്കിക്കോണം. എന്തെങ്കിലും മാറ്റണമെങ്കിൽ ഇപ്പൊ പറിച്ച് മാറ്റാം. ചേട്ടന് നയൻതാര പണി കൊടുത്തു. അയ്യോടാ ചേട്ടാ, ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയേ. നയൻതാരയുടെ മുടി അവിടെയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നയൻതാരയുടെ ഒരു പീസാണ് ചേട്ടന് പണി കൊടുത്തേക്കുന്നത്. അത് ചേട്ടൻ എവിടെയും എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടൻ അതാണ് കൺഫ്യൂഷൻ ആക്കി കളയുന്നത്. എത്ര മിനിറ്റ് വരെ കൊടുക്കണം അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ? ഇല്ലെങ്കിൽ നയൻതാര ഏറെ കിടന്ന് കറങ്ങുക. ചേട്ടൻ ഇത് എവിടെയാണ് താളം തെറ്റി നിൽക്കുന്നതെന്നൊന്ന് പറഞ്ഞു. എവിടെയാ ചേട്ടൻ? എന്താ കൺഫ്യൂഷൻ? എന്താണ് താളം തെറ്റി നിൽക്കണെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ അത് ക്ലിയർ ചെയ്യില്ലേ? ക്ലിയർ ചെയ്യും. ഇവിടെ ഹെയർ ആണ്. നയൻതാരയുടെ എന്താണ് പ്രശ്നം? എവിടെയാണ് ഹെയർ ചേട്ടന്? കാരണം ചില ഈ പീസസിൽ ഫുള്ള് ഹെയർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ആ ഹെയർ എങ്ങോട്ട് പോകണം എന്നുള്ള. അയ്യോ ചേട്ടൻ ഒന്നോട്ട് തുടങ്ങാണോ? അങ്ങനെ സമയം ചേട്ടാ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും ചേട്ടൻ്റെ ഒരു മനസ്സുഖത്തിന് നയൻതാരെ സെറ്റ് ചെയ്തിട്ടേ ചേട്ടൻ പോവുള്ളൂ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. നയൻതാരെ സെറ്റ് ആക്കണം, എനിക്ക് വിടില്ല ഞാൻ. ചേട്ടാ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേ, എങ്ങനെയെങ്കിലും ഒന്ന് വെച്ചേ. ഇനി എന്തായാലും തോറ്റുപോയി. ഇനി അവരുടെ അത് തന്നെ എവിടെയും കുത്തിത്തിരിക്കി വെച്ചോ. ഇനി ഞങ്ങൾ ഉദ്ദേശിച്ച ഫോട്ടോയും കൂടെ ഒന്ന് കാണാം. ചേട്ടാ ഇത്രയും പണിയാവുന്നത് പ്രതീക്ഷിച്ചില്ല അല്ലേ? സത്യം പറഞ്ഞാല് ചേട്ടൻ സിമ്പിൾ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. നയൻതാരയുടെ എന്താണ് ചേട്ടൻ പണി എന്നത്? ഇല്ലില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്തെങ്കിലും എടുത്ത് മാറ്റുന്ന തന്നെ കമ്പലായിട്ട് പറഞ്ഞപ്പോൾ എനിക്കും കൺഫ്യൂഷനായി. ഞാൻ വെച്ചതിൽ എന്താ മിസ്റ്റേക്ക് ഉണ്ട്? അയ്യോ ഞാൻ വിചാരിച്ച അതല്ല. ചേട്ടന്റെ ഈ താടിയുടെ പോർഷൻ കൊണ്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചപ്പോൾ അതിന്റെ ടെൻഷൻ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോയത്. ഒന്നും പേടിക്കണ്ട. നയൻതാര എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നയൻതാര കൊള്ളാം. പക്ഷേ ഇങ്ങനെ ഒന്ന് അടുക്കി വെക്കാൻ പറഞ്ഞപ്പോഴാണ് പ്രശ്നമായി പോയത്. ചേട്ടൻ എന്തായാലും അധികം സ്ത്രീകളുടെ മുഖത്ത് നോക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഇവരുടെ മുടിയിൽ ഒരു ചേട്ടനൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. എന്തായാലും സമയം കൊണ്ട് വിജയിച്ചിരിക്കുന്നത്, ഏറ്റവും നേരത്തെ ലാലേട്ടനെ സെറ്റ് ചെയ്ത് വിജയിച്ചത് ടീം വൈ ആണ്. 8 മിനിറ്റും 6 സെക്കൻഡും കൊണ്ടാണ് ഇവര് ലാലേട്ടനെ സെറ്റ് ചെയ്തതെങ്കിൽ ചേട്ടൻ എത്ര മിനിറ്റ് കൊണ്ടാണ് നയൻതാരയെ സെറ്റ് ചെയ്ത് നോക്കാം? 9 മിനിറ്റും 20 സെക്കൻഡും കൊണ്ട് ചേട്ടൻ നയൻതാരയെ സെറ്റ് ചെയ്ത് ഇറക്കി. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മുടെ 2 റൗണ്ട്സ് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ വൈ ടീമിന് കിട്ടിയിരിക്കുന്നത് 13 പോയിന്റ് ആണ്. ജസ്റ്റ് ലൈക്ക് ഒരു 3 പോയിന്റ്സ് മാത്രം പിന്നിലായിട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഓ ടീം 10 പോയിന്റുമായിട്ട്. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കിടക്കുന്നു. ആൻഡ് ദ തേർഡ് റൗണ്ട് ഇസ് സ്വിച്ചിങ് ഓവർ. ഓക്കെ, അപ്പോൾ സ്വിച്ചിങ് ഓവർ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. സ്വിച്ചിങ് ഓവർ എന്ന റൗണ്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. ഓ ടീമിൻ്റെ അടുത്ത് ചോദിക്കുക, ഞങ്ങളുടെ മക്കളുടെ ഈ ഒരു കാലത്തെ കുറേ ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അന്നത്തെ കാലത്തെ, അതായത് നമ്മുടെ ചേട്ടന്മാർക്കും ചേച്ചിക്കും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും. നമുക്ക് കടന്നാലോ? റെഡി? ഓക്കെ. ആദ്യത്തെ ചോദ്യം, ഹിന്ദി സിനിമയിലെ ആദ്യ പിന്നണി ഗായിക ആരായിരുന്നു? ഹിന്ദി സിനിമയിലെയാണ് ആദ്യത്തെ പിന്നണി ഗായിക ആരായിരുന്നു? മുസ്ലിം പേരാണ്. ഏതെങ്കിലും ഹിന്ദി സിനിമ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഹിന്ദി സിനിമയിൽ ഇഷ്ടപ്പെട്ട നടൻ ആരാ മോന്റെ? ഷാറുഖ് ഖാൻ ഇഷ്ടമാണ്. ഷാറുഖ് ഖാൻ ഇഷ്ടമാണ്. അപ്പൊ ഹിന്ദി സിനിമയിൽ ആദ്യത്തെ ഫീമെയിൽ സിംഗറെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പാസ് ചെയ്യാം. നമുക്ക് ഇവിടെ വല്ല ഐഡിയ ഉണ്ടോ? സംഷാദ് ബീഗം എന്നുള്ളതാണ് ശരി ഉത്തരം. പക്ഷേ പോയിന്റ്സ് ഒന്നുമില്ല, നിങ്ങളായതുകൊണ്ടല്ലേ ഉള്ളൂ. സോ വൈ ടീം അത് പറഞ്ഞിട്ടില്ല. ഷംഷാദ് ബീഗം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് മലയാളം ആക്ടർ ഹാസ് ആക്ടഡ് ഇൻ മോർ ദാൻ 1500 ഫിലിംസ്? 1500-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടൻ. ആലോചിച്ച് മാത്രം പറയാം.
അദ്ദേഹം ഒരു മികച്ച ഹാസ്യ താരമാണ്. മലയാളം ജഗദീഷ് ശ്രീകുമാർ. ജഗദീഷ് ശ്രീകുമാർ ശരി ഉത്തരം. ഏതെങ്കിലും പടങ്ങളൊക്കെ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. CID മൂസ. CID മൂസ. വേറെ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടൻ ആരാ മോൻ ഇക്കാലത്ത്? നിങ്ങളുടെ പ്രായത്തിലുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ? ടോവിനോ തോമസ്. ടോവിനോ തോമസ്. ടോവിനോ തോമസ്. നിനക്കോ? മോഹൻലാൽ. ലാലേട്ടൻ. നമുക്ക് നമ്മുടെ ലാലേട്ടനെ വിട്ടിട്ടേ ഉള്ളൂ. അതാണ് അവന് ദേഷ്യമായത്. മറ്റിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ പടം നിർത്തിയപ്പോൾ. മോൾക്കോ? നിനക്ക് ആരെയാ ഇഷ്ടം ഇപ്പോഴത്തെ കാലത്ത്? അല്ലെ യൂത്ത് ചെറുക്കന്മാരൊക്കെ ഇല്ലേ നമുക്ക് മലയാളത്തിന്? ആരെയാ ഇഷ്ടം? ആ സിനിമ പറഞ്ഞാലും മതി, പേര് കിട്ടിയില്ലെങ്കിൽ. ഏത് സിനിമയിലെയാ? ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാനെയാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ എന്തായാലും ജഗദീഷ് ശ്രീകുമാർ എന്ന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. KPSCയുടെ ഫുൾ ഫോം എന്താണ്? KPSC ലളിത, KPSC എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. KPSC എന്ന് കേട്ട ഫുൾ ഫോം അറിയോ? ഇതൊരു നാടകം, ഡ്രാമ റിലേറ്റഡ്, കലാപരമായി റിലേറ്റ് ചെയ്ത ഒരു കൂട്ടായ്മയാണ് KPSC. വലിയ മഹത്തായിട്ടുള്ള ഒരുപാട് പേരൊക്കെ വർക്ക് ചെയ്തൊരു വലിയൊരു ഗ്രൂപ്പാണത് KPSC. കേരളത്തിൻ്റെ കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നു പറഞ്ഞു നോക്കിയേ. ഇല്ല, ഐഡിയ കിട്ടുന്നില്ല. ഇങ്ങോട്ട് വല്ല ഐഡിയ ഉണ്ടോ ചേട്ടാ? KPSC കേരള പീപ്പിൾ ആർട്സ് ക്ലബ്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. KPSCയുടെ നാടകം എന്തെങ്കിലുമൊക്കെ പണ്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ട്. ഏതാണ് കണ്ടതെന്നല്ല ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. KPSC ചേച്ചിയല്ല കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നാടക ഒരു കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അമൂൽ ബട്ടറിന്റെ ചിഹ്നം ആരായിരുന്നു? അമൂൽ ബട്ടർ. അമൂൽ പെൺകുട്ടി. ശരി ഉത്തരമാണ്. ദ അമൂൽ ഗേൾ. അമൂൽ ഗേൾ എന്നാണ് ആ കുട്ടീനെ പറയുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ചിഹ്ന പെൺകുട്ടി വളർന്ന് വലുതായിട്ടൊന്നും ഇല്ല. ഇപ്പോഴും ആ കുട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളം കണികണ്ടുണരുന്ന നന്മ എന്ന ടാഗ് ലൈനുള്ള ബ്രാൻഡ് ഏതാണ്? മിൽമ. മിൽമയാണ് കേരളം കണികണ്ടുണരുന്ന നന്മ. വെരി ഗുഡ്. അപ്പം 3 അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 6 പോയിന്റും കൂടി അവർ മേടിച്ചു. അങ്ങനെ ടോട്ടൽ പോയിന്റ്സ് 19 ആയിരിക്കുകയാണ് ടീം വൈക്ക്. ഇനി 5 ചോദ്യങ്ങളുണ്ട്. സോ മാക്സിമം പോയിന്റ്സ് നേടിയാൽ സൂപ്പറായിട്ട് നമുക്കിത് വിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ശ്രദ്ധിച്ചൊന്ന് കേട്ടൊന്ന് പറഞ്ഞാൽ മതി. അഡ്രിയാൻ ലൂണ മത്സരിക്കുന്ന ഇന്ത്യൻ ISL ടീമിന്റെ പേരെന്താണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ്. ശരി ഉത്തരം. നിങ്ങൾക്കറിയായിരുന്നോ? നിങ്ങൾ ഏത് ടീമിന്റെ ഫാൻസ് ആണ് പറഞ്ഞേ? ISL കേരള ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ, നീയോ കാണാറുണ്ടോ ISL? നീ അർജന്റീന ആളല്ലേ? കണ്ടിട്ടുണ്ട് ISL. കണ്ടിട്ടുണ്ട്. എന്നാലും വേറെ ഏതെങ്കിലും ടീമിനെ ഇഷ്ടമാണോ? അല്ല, കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ ഇവർ തന്നിരിക്കുകയാണ്. വെരി ഗുഡ്. അടുത്ത ജനപ്രിയ K-pop ഗ്രൂപ്പായ BTSന്റെ ജന്മദേശം ഏതാണ്? BTS ആർമി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? BTSന്റെ ദേശം ഏതാണ്? ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ പോകണം എന്ന് വരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. BTSന്റെ ജന്മദേശം അമേരിക്ക. തെറ്റുത്തരം. BTS ആർമി എന്ന് പറയുമ്പോൾ ഏതാണ് സ്ഥലം ഓർമ്മ വരുന്നേ? സൗത്ത് കൊറിയ. കൊറിയയാണ് ശരി ഉത്തരം. സാറേ അത് കൊറിയയാണ്. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് കിൻഡർ ജോയ്? കിൻഡർ ജോയ് നമ്മൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ മേടിച്ച് കഴിക്കുന്നതാണ് കിൻഡർ ജോയ് അല്ല മാം? എന്താണ് അതിന്റെ ഷേപ്പ്? എന്താണ്? എഗ്ഗിന്റെ ഷേപ്പ്, ഓവൽ ഷേപ്പ് ആണ്. കറക്റ്റ് ആൻസർ. അടുത്ത നാലാമത്തെ ചോദ്യമാണ്. MS ധോണി ദി അൺടോൾഡ് സ്റ്റോറി എന്ന സിനിമയിൽ MS ധോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടന്റെ പേരെന്താണ്? അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല, മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം. MS ധോണി അൺടോൾഡിൽ ധോണിയുടെ ബയോപിക് ആയിട്ടുള്ള സിനിമയിൽ ധോണിയായിട്ട് അഭിനയിച്ചത് അദ്ദേഹമാണ്. ഇനി ഐഡിയ? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? അവർക്കറിയാം. അദ്ദേഹം നമ്മളെ വിട്ടുപോയൊരു ആക്ടറായിരുന്നു, ഒരു ഗംഭീര ആക്ടറായിരുന്നു. എനി ഐഡിയ? നോ ഐഡിയ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊരു ചാൻസ് ഞാൻ തന്നു നോക്കാം. സുശാന്ത് സിംഗ് രാജ്പുത്. സുശാന്ത് സിംഗ് രാജ്പുത് ആണ്. സുശാന്താണ് നമ്മൾ വിട്ടുപിരിഞ്ഞൊരു
ആക്ടർ കൂടിയായിരുന്നു. ഓക്കെ, എന്നാലും പ്രശ്നമില്ല. ഇനി 5ാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. എത്ര പോയിന്റ്സ് നമുക്ക് ഇവർക്ക് മാക്സിമം സെക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊരു ഇമേജ് ക്വസ്റ്റ്യൻ ആണ്. ആ ഇമേജ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇത് എന്താണെന്നാണ് ചോദ്യം സാറേ. ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഇമേജിലുള്ളത്, ഈ കാണുന്നത് എന്താണ് എന്നറിയണം. നിങ്ങൾക്ക് അറിയാൻ പറ്റും. അറിയാം, അവന് ഭയങ്കര സന്തോഷമായി. പിള്ളേരുടെ ഒരു ഐറ്റം ആണിത്. ചേച്ചി മൈക്കിലൊന്ന് പറഞ്ഞു, ചേച്ചിക്ക് തോന്നുന്ന പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും അവർക്ക് കറക്കി കുത്തി ശരിയാവും. പറഞ്ഞു നോക്കിയേ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയേ. ആ, എന്താ അത്? ഇതെന്തിനായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ. ഫോണിൻ്റെ എന്താണെന്ന് പറയും. ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഇതെന്താന്ന് തോന്നുന്നു കണ്ടിട്ട്? എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഫോണിൻ്റെ എന്താണെന്ന് പറയുന്നു. സാറേ ഇത് കണ്ടിട്ട് എന്തിനു ഉപയോഗിക്കുന്നതാണെന്ന് ഒരു ലക്ഷണം നോക്കിയിട്ട്, ലക്ഷണശാസ്ത്ര പ്രകാരം. നയൻതാരയെ പോലെ വീണ്ടും കുഴപ്പിച്ചിരിക്കുകയാണല്ലോ എന്ന് സാറ്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തെങ്കിലും മാമിന് തോന്നുന്നുണ്ടോ? പിള്ളേരാരെങ്കിലും ഇത് വീട്ടിൽ വെച്ചോ കണ്ടിട്ട് വല്ലതും ഉണ്ടോ എന്നൊന്ന് നോക്കിയേ. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഇത് എന്തിനു ഉപയോഗിക്കുന്നതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല, ഒരു ഐഡിയ ഇല്ല. മക്കളെ ഇത് എന്തിനാണെന്നാണ് തോന്നുന്നത്? പ്ലേ സ്റ്റേഷനാണ്. ഇതൊരു ഗെയിമിൻ്റെ സംഭവമാണ്. പ്ലേ സ്റ്റേഷനാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റേഷൻ. അങ്ങനെ അതും കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ സ്കോർ നില ഒന്ന് നോക്കാൻ പോകുന്നു. 3 റൗണ്ട്സും പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഓ ടീമിന് കിട്ടുന്നത് 14 പോയിന്റ്സ് ആണ്. ആൻഡ് 19 പോയിന്റ്സുമായിട്ട് ഇന്നത്തെ ഗെയിം വിജയിച്ചിരിക്കുന്നു ടീം വൈ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ റണ്ണേഴ്സ് അപ്പിന് ഞങ്ങൾ ഇതാ ഗിഫ്റ്റ്സ് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ഓ. ഇവർക്ക് ലഭിക്കുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ഇനി ക്യാഷ് പ്രൈസ് ഉണ്ട്. കൂടാതെ മെമന്റോസും കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ വിന്നേഴ്സായ ടീമിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ടീം വൈ. ചിച്ചി ഫാഷൻ സ്റ്റോറും ഒപ്പം തന്നെ മൂന്നാർ ടീ പോട്ടും നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ഇനി മൂന്നാർ ടീ പോട്ട് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ക്യാഷ് പ്രൈസും മെമന്റോസും ഉണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ വൈ ടീമാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓ ടീമാണോ യങ് ടീമാണോ ഏതാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് കളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല അറിവും നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ ഞങ്ങൾ വീണ്ടും എത്താം. Until the next time we meet, this is RG Media 360 presenting YXO Kerala winding up. Gift sponsored by Chichi, The Gourmet House,